എനിക്ക് വൃത്തിയാക്കണ്ടേ ഒന്ന് മേലക്കൊന്ന്. എന്തിന്? നിനക്ക് താൻ മാരീഡ് അല്ലേ? ഇതൊക്കെ എന്തിനാ അറിയുന്നേ? നമുക്ക് കുറച്ചാളോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാനൊരു 6:37 ഒക്കെ ആകുമ്പോൾ വരാം. എനിക്ക് രാവിലെ വരാൻ മതിയല്ലോ അല്ലേ? അപ്പൊ ഞാൻ എവിടെ നിൽക്കും? I will arrange a place to stay. എവിടെ? I will arrange a place to stay. നമസ്കാരം, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നടനാണ് അജ്മൽ അമീർ. അജ്മൽ അമീറിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഒരു പെൺകുട്ടിയുമായി നടത്തിയ ഓഡിയോ സംഭാഷണം, വാട്സാപ്പ് കോളാണ്. വാട്സാപ്പ് കോളിൽ നിന്ന് ഈ പെൺകുട്ടി മറ്റൊരു ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ആ മൊബൈലിലെ സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ നിന്നും കൃത്യമായി ഈ ഓഡിയോ കോൾസ് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഇതൊരു സെക്സ് ചാറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതൊരു ഓഡിയോ കോളാണ്. ആ കോളിൻ്റെ ഈ ഒരു ഭാഗമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ ഭാഗം പുറത്തു വന്നിട്ടില്ല. ഇതിൻ്റെ പല വേർഷൻസ് ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിലൂടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. ഇത് കാട്ടുതീ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അജ്മൽ അമീർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെ അപ്ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് എന്താണ് കാര്യമെന്നോ സംസാരിച്ചിട്ടൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇത് എതിർക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് വേർഷൻ എന്നോ പറഞ്ഞിട്ടില്ല. മറുസൈഡിൽ ഇത് ഏതാണ് പെൺകുട്ടിയെന്നോ ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങളോ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ പേജിലൂടെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് ഒന്നുകൂടെ കേൾക്കാം. എനിക്ക് വൃത്തിയാക്കണ്ടേ ഒന്ന് മേലക്കൊന്ന്. എന്തിന്? നിനക്ക് താൻ മാരീഡ് അല്ലേ? ഇതൊക്കെ എന്തിനാ അറിയുന്നേ? നമുക്ക് കുറച്ചാളോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാനൊരു 6:37 ഒക്കെ ആകുമ്പോൾ വരാം. എനിക്ക് രാവിലെ വരാൻ മതിയല്ലോ അല്ലേ? അപ്പൊ ഞാൻ എവിടെ നിൽക്കും? I will arrange a place to stay. എവിടെ? I will arrange a place to stay. അജ്മൽ അമീർ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനാണ്. പ്രണയകാലം എന്ന സിനിമയിൽ നായകനായിട്ട് വിമല രാമൻ്റെ നായകനായിട്ട് വന്നതാണ്. ആ സിനിമ വലിയ ഹിറ്റായില്ലെങ്കിൽ പോലും അതിലെ പാട്ടുകൾ വലിയ ഹിറ്റ് തന്നെയാണ്. അതിനുശേഷം മോഹൻലാൽ ചിത്രമായ മാടമ്പിയിൽ മോഹൻലാലിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചതും അജ്മലാണ്. അജ്മൽ അതിനുശേഷം പിന്നീട് തമിഴ് സിനിമകൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് മലയാളത്തിലും അജ്മൽ വരാറുണ്ട്. അങ്ങനെ മാറിയും തിരിഞ്ഞു തമിഴും മലയാളവും ഒക്കെ ആയിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജ്മൽ അമീർ. ഇതിനകത്ത് അജ്മൽ ഈ ഒരു ഓഡിയോ ചാറ്റിൽ പറയുമ്പോൾ ഈ പെൺകുട്ടി അജ്മൽ വളരെ ഒരു ലൈംഗികപരമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് തനിക്ക് ഭാര്യ ഉള്ളതല്ലേ എന്ന് ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതൊക്കെ താൻ എന്തിനാണ് അറിയുന്നത് എന്നൊക്കെയാണ് അജ്മൽ തിരിച്ചു ചോദിക്കുന്നത്. എന്തായാലും ഇതിന് രണ്ട് വിഭാഗമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഒന്ന്, ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അവരുടെ ലൈഫാണ്. ആ ലൈഫിനകത്ത് എന്തിനാണ് ടെലസ്കോപ്പ് വെച്ച് മാധ്യമങ്ങൾ ചൂഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, മറ്റൊരു വിഭാഗത്തിൽ അജ്മൽ എക്സ്പോസ്ഡായി അജ്മലിനെ പോലൊരു നടൻ തൻ്റെ സെലിബ്രിറ്റി ബ്രാൻഡ് ഉപയോഗിച്ച് ഇതുപോലെ പെൺകുട്ടികളെ ഇതുപോലുള്ള ലൈംഗികപരമായ രീതിയിൽ ഉപയോഗിക്കാനും ഇഷ്ടമുള്ള വായിൽ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി ഈ സെലിബ്രിറ്റി ടാഗ് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് കൃത്യമായ പല ക്വസ്റ്റ്യൻസ് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. വന്നിരിക്കുന്നത് ചെറിയ പാർട്സ് മാത്രമാണ്. ആ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കേൾപ്പിച്ചത്. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ച് പൂർണ്ണമായ വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വെളിപ്പെടുത്തൽ വേണമെന്നല്ല, പക്ഷേ ഇത് ആരാണ്, ഇതെങ്ങനെയാണ് ഇത് ലീക്കായത്, ഇതെങ്ങനെയാണ് പുറത്തു വന്നത് എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണം. അതിനേക്കാൾ ഉപരി അജ്മൽ അമീർ എന്ന നടന് ഇത് സംബന്ധിച്ച് എന്താണ് കൃത്യമായ ധാരണ പറയാനുള്ളത്, അജ്മലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അജ്മലിന് ഇതിനെപ്പറ്റി പറയാനുള്ള വേറൊരു കാര്യം, അല്ലെങ്കിൽ അജ്മൽ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്, ഈ രണ്ട് പോർഷൻസും കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇത് അറിഞ്ഞാൽ മാത്രമേ ഇതിന് പൂർണ്ണമായ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീയായി പടരുന്ന അജ്മൽ അമീറിൻ്റെ ഈ ഓഡിയോ ക്ലിപ്പുകൾ വളരെയധികം വൈറലാകുന്നുണ്ട്. വരും മണിക്കൂറുകളിലെങ്കിൽ പോലും നടനത്തുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്ന് വിശ്വസിക്കാം. താങ്ക് യു സോ മച്ച്.